ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ വൈകിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കപ്പ ഉണ്ടായിരുന്നു പറമ്പിൽ, അപ്പോൾ അതും പുഴക്കിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയി ഇതാ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കയക്കോട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, നമുക്കത് പുഴക്കിയെടുക്കാൻ കിട്ടി. മഴ പെയ്ത കാരണം കൊണ്ട് നനവുണ്ടായിരുന്നു. അതിനെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. 2-3 കപ്പേനെ ഞാൻ വെട്ടിയെടുത്തു. ബാക്കി ഞാൻ അവിടെ തന്നെ അതിനെ കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവനെ എടുക്കാം. അപ്പം ഞാൻ വീണ്ടും ആ മണ്ണൊക്കെ മാന്തി അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. അതേപോലെ തന്നെ നമുക്ക് മേടിച്ചിട്ട് വന്ന കപ്പയാണെങ്കിൽ ഇതുപോലെ 2 ദിവസം മണ്ണിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ കേടുവരാതിരിക്കുകയെ. അപ്പം ഞാൻ ഇടയിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3 കിഴങ്ങ് കൊടുത്തിട്ട് കുഴക്കിയിട്ട് ഞാനത് അങ്ങോട്ട് നടന്നു വരികയാണ്. അവിടെ ഒരു കായക്കൊലയും പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ കാറ്റത്ത് മഴയത്തൊക്കെ ഒന്ന് വീണതാണ് കേട്ടോ. അപ്പോൾ അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ മൂത്തിട്ടുമില്ല, എന്നാലും ഞാനതിനെ വെട്ടിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പേനെ പുറത്ത് പൈപ്പിൽ തന്നെ ഞാനത് കൊണ്ടുവന്ന് കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ടായിട്ട് തൊലിയത്തെ ചളി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ പുറത്ത് പാത്രമൊക്കെ വെച്ച് പൈപ്പിലത്തെ വെള്ളം ചാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ കഴുകിയിട്ടും വരാമല്ലോ പറഞ്ഞിട്ട് തൊലിയൊക്കെ കളയണം കേട്ടോ. അതൊക്കെ കളഞ്ഞു റെഡിയാക്കി. പിന്നെ അത് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കണമല്ലോ. അപ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണേ. മുട്ടയും കപ്പയും കൂടി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കപ്പ ബിരിയാണിയും പിന്നെ ബീഫ് ഒക്കെ ഇട്ടിട്ട് വെക്കില്ല. അപ്പോൾ അതിലൊക്കെ അതുപോലെയൊക്കെ ഒന്ന് മുട്ട വെച്ചിട്ടൊന്ന് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് എടുത്തിട്ടുണ്ട്. അത് എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ വേവിച്ചെടുക്കണം കേട്ടോ. ഇന്നിപ്പോൾ കലത്തിലൊന്നും വേവിച്ചെടുക്കണില്ല, അത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുക്കറിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഊറ്റി കളഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൻ്റെ കട്ടൊക്കെ പോകും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഒരു വിസിലടിച്ചാൽ മതി. പെട്ടെന്ന് വേവണ കപ്പയാണ് കേട്ടോ. അത് കാരണം കൊണ്ട് പിന്നെ പെട്ടെന്ന് വേവും. പിന്നെ അത് ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു സവോള ഇട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒന്ന് വഴറ്റണം. പിന്നെ പച്ചമുളക് 2-3 പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇല എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതും ഇട്ട് കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടികളാണ്. പിന്നെ അതിലേക്കിപ്പോൾ തക്കാളി അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല. തക്കാളി ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇത് മാത്രം തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല അതൊക്കെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് മസാലപ്പൊടികളാണ്. മല്ലിപ്പൊടി ഒഴികെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതിലേക്ക് വേണ്ടേ. അപ്പോൾ പിന്നെ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതും മസാലകളൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലപോലെ മസാലകൾ വഴണ്ടി വന്നതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മുട്ടേനെ നമുക്ക് അതിൽ നിന്ന് പൊട്ടിച്ച് ഒന്ന് ചിക്കിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് മസാല ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് കപ്പയുടെ ഇതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം നമുക്ക് കൂട്ടാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഡ്രൈ ആവണ്ട, നമുക്ക് കപ്പയുടെ ഇതും കൂടി ആകുമ്പോഴേക്കും ഒരുവിധം മീഡിയത്തിലായാൽ മതി. അപ്പോൾ ഒരുവിധം ആയതും ഞാൻ നമ്മുടെ ഈ കപ്പേനെ നമുക്കായിരിക്കും തട്ടാട്ടോ. എന്നിട്ട് 2 പേരും കൂടി കിടന്നിട്ടൊന്ന് മിക്സ് ആവട്ടെ. അങ്ങോട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഈ കപ്പയിൽ ഉപ്പുണ്ട്, ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് കണ്ട് നമ്മുടെ പ്ലേറ്റിക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്ലേറ്റിക്ക് ഇതാ തട്ടണു നമ്മുടെ കപ്പേനെ. നല്ല ചൂടുള്ള നമ്മുടെ മുട്ട കപ്പ റെഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സവോള അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കപ്പ ബിരിയാണി കിട്ടുമ്പോൾ കുറച്ച് സവോള ഇടണം. അപ്പോൾ നമുക്കൊരു ഡെക്കറേഷൻ രീതിയിൽ ഒരു സവോള ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുട്ടക്കപ്പ റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുതേ. താങ്ക് യു, ബൈ, സീ യു.